സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന രീതി തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 2, 1, 3. പാരീസിലെ ബോസ്റ്റൺ കോട്ടയുടെ പതനം 1789 ജൂലൈയിലായിരുന്നു. അതുപോലെ ബോസ്റ്റൺ ടീ പാർട്ടി 1773. ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം 1789 ഓഗസ്റ്റിൽ. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കുളച്ചൽ യുദ്ധം. പോളവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഗോദാവരി നദി. ഗാസ യുദ്ധം സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രം ശരി. ഗാസ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13 ഈജിപ്തിലെ ഷരം അൽ ഷൈഖിൽ നടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദൽ ഫത്താഹ് അൽ സിസിയുമാണ് അധ്യക്ഷത വഹിച്ചത്. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? തന്നിരിക്കുന്നു. ഹിതകാരിണി സമാജം വീരേശലിംഗം, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, ആര്യ സമാജം സ്വാമി വിവേകാനന്ദൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ ജോഡികളാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഒന്നാമത്തേതും രണ്ടാമത്തേതും ശരിയാണ്. ഹിതകാരിണി സമാജം വീരേശലിംഗം, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ആര്യ സമാജ സ്ഥാപകൻ ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജ സ്ഥാപകൻ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? പ്രസ്താവനകൾ: ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിയമലംഘന സമരം പിൻവലിച്ചത്. ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചത് ഡൽഹിയിൽ വെച്ചായിരുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തേത് മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയുള്ളതായിരുന്നു. ശരിയാണ്. ഇനി ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച സമരം ഏതാണ്? നിസ്സഹരണ സമരമാണ്. നിസ്സഹരണ സമരമാണ് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ചത്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? ബോംബെയിലാണ്. ബോംബെയില് ഗോവാലിയ ടാങ്ക് മൈതാനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചത്. അടുത്തത്, ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ്? വാവ് വേലിയാണ്. വാവ് വേലി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ഖദർ ഏത് മണ്ണിന്റെ വകഭേദമാണ്? എക്കൽ മണ്ണിന്റെ വകഭേദമാണ്. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏതാ? ഹൈഗ്രോമീറ്റർ ആണ്. പകലത്തെ സൂര്യതാപമേറ്റ് പർവ്വതച്ചരിവിലെ വായു വികസിച്ചുയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി ആണ്, താഴ്വരക്കാറ്റ്. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സന്തോഷ് കുമാർ ആണ്. കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന 1 പറഞ്ഞിരിക്കുന്നു, കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു. പ്രസ്താവന 2, കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം കർഷകരെ നാണ്യവിളകളിൽ നിന്നും ഭക്ഷ്യവിളകളിലേക്ക് ആകർഷിച്ചു. പ്രസ്താവന 3, ഭൂവുടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിന്റെ പ്രധാന കാരണമായി. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3 ശരിയാണ്. ഇവിടെ രണ്ടാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് നാണ്യവിളകളിൽ നിന്നും ഭക്ഷ്യവിളകളിലേക്ക് ആകർഷിച്ചു എന്നാണ്. നേരെ ഓപ്പോസിറ്റ് ആണ്. ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളിലേക്കാണ് ആകർഷിച്ചത്. അടുത്തത്, ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചത്? 2ാം ഘട്ടം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1970 പകുതി മുതൽ 1980 പകുതി വരെ.
താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ശരിയാണ്. ഘാട്ടിന്റെ പിൻഗാമിയായിരുന്നു WTO. അതുപോലെ ഘാട്ട് സ്ഥാപിതമായ വർഷം 1948 ആയിരുന്നു. ഇത് രണ്ടും ശരിയാണ്. ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? 1995 1995 ജനുവരി 1 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്. അടുത്തത്, ഒരു രാജ്യത്തിന്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇതെല്ലാമാണ്: ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം. നീതി ആയോഗുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് യോജിക്കാത്ത പ്രസ്താവന. നീതി ആയോഗ് എന്നത് ഒരു വിദഗ്ധ ഉപദേശക സമിതിയാണ്. അതുപോലെ സഹകരണ ഫെഡറലിസം ഉൾക്കൊള്ളുന്നു, ശരിയാണ്. പദ്ധതികളുടെ നിരീക്ഷണവും വിലയിരുത്തലുകളും നടത്തുന്നു, ശരിയാണ്. നീതി ആയോഗ് ഊന്നൽ നൽകുന്നത് സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിലൂടെയുള്ള പദ്ധതികൾക്കും സംരംഭങ്ങൾക്കുമാണ്, ശരിയാണ്. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം ഓപ്ഷൻ ബി ആണ്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 2002 2002. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. അനുച്ഛേദം 38 തുല്യനീതിയും സൗജന്യ നിയമസഹായവും എന്ന് പറഞ്ഞിരിക്കുന്നു. തുല്യനീതിയും സൗജന്യ നിയമസഹായം ഉറപ്പാക്കുന്ന അനുച്ഛേദം 39A ആണ്. അനുച്ഛേദം 38 ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടൊരു സാമൂഹിക വ്യവസ്ഥിതി ഉറപ്പുവരുത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അനുച്ഛേദം 39A ആണ് തുല്യനീതിയും സൗജന്യ നിയമസഹായത്തെയും കുറിച്ച് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു ബില്ല് പണബില്ലാണോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. ഒരു ബില്ല് പണബില്ലാണോ എന്ന് ലോകസഭ സ്പീക്കറാണ്. വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുമ്പുള്ള വിവരങ്ങളാണ് ലഭ്യമാക്കുന്നത്? 20 വർഷമാണ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ച കേസ് ഏതാണ്? ജുഡീഷ്യൽ റിവ്യൂ മർബറി വേഴ്സസ് മാഡിസൺ കേസാണ്. 1803 മർബറി വേഴ്സസ് മാഡിസൺ കേസ്. താഴെ തന്നിരിക്കുന്നതിലെ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 1ഉം 4ഉം തെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 6ലാണ് ഇന്ത്യൻ പാർലമെന്റ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം 5ലാണ്. ഭാഗം 5. അതുപോലെ പാർലമെന്റ് എന്ന പദം ഉത്ഭവിച്ചത് പാർലർ എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്ന് എന്ന് പറയുന്നു. പാർലമെന്റ് എന്ന പദം ഉത്ഭവിച്ചത് പാർലർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നുമാണ്. ഇനി ഇന്ത്യൻ രാഷ്ട്രപതി ലോകസഭയിലെയും രാജ്യസഭയിലെയും അംഗമല്ല, ശരിയാണ്. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്, ശരിയാണ്. അടുത്ത ചോദ്യം, മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം 26 ആണ്. അനുച്ഛേദം 26. പ്രൊറോഗേഷൻ എന്നത് ഒരു സെഷൻ അവസാനിക്കുന്നു. ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്നവരിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്? ആരെയാണ്? രാജ്കുമാർ റാവു ആണ്. രാജ്കുമാർ റാവു. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത്? 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം. കേരളത്തിൽ MC ജോസഫൈന് തൊട്ടു മുമ്പ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി ആരാണ്? MC ജോസഫൈന് തൊട്ടു മുമ്പ് ആരായിരുന്നു? ശ്രീമതി KC റോസക്കുട്ടി.
താഴെ തന്നിരിക്കുന്നവരിൽ കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? സുകൃതമാണ്. സുകൃതം. പി സച്ചിദാനന്ദന്റെ ഏത് നോവലിലാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത് മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവലിലാണ്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? മലേറിയയാണ്. മലേറിയ, ക്യാൻസർ, പ്രമേഹം, അമിതഭാരം എന്നിവയെല്ലാം ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. കരൾ. സൺഷൈൻ വിറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? സൺഷൈൻ വിറ്റമിൻ ജീവകം ഡി ആണ്. പിങ്ക് റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ്? പിങ്ക് റിബൺ. പിങ്ക് റിബൺ സ്ഥാനാർബുദത്തിൻ്റെതാണ്. സ്ഥാനാർബുദം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനിയാണ്. പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത്. പാസ്കൽ നിയമം ഇവിടെ തന്നിരിക്കുന്നു. സിറിഞ്ചിന്റെ പ്രവർത്തനം ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, അതുപോലെ ദണ്ഡ ഡോക്ടറിന്റെ കസേരയിൽ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ഇവയിലെല്ലാം പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരി അല്ലാത്തത് ഏത്? ഇവിടെ ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 1 മാത്രമാണ്. ഇപ്പൊ PSCയുടെ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ ആൻസർ കൺഫേം ചെയ്യാം. 20 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി. ഓപ്ഷൻ എ ആണ് ഉത്തരം. 4000 ജൂൾ. 2025 നവംബർ 2-ാം തീയതി ISRO ഭ്രമണപഥത്തിലെത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CM-03യുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായത് തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം. LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായിട്ട് ഉപയോഗിച്ചത്. അതുപോലെ ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ഇത് 3ഉം ശരിയാണ്. LVM-3യുടെ 3ാമത്തെ ഓപ്പറേഷൻ പറക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നു. 5ാമത്തെ ഓപ്പറേഷൻ പറക്കൽ. അതുപോലെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഭാരം കുറവായതിനാൽ വിക്ഷേപണം എളുപ്പമായിരുന്നത്. ഇത് ഭാരം കൂടിയ വിക്ഷേപണമായിരുന്നു. അടുത്തത്, താഴെ പറയുന്ന 3 ക്വാണ്ടം സംഖ്യകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റലുകളിൽ ഏതിനാണ് കാന്തിക ക്ഷേത്രത്തിന്റെ അഭാവത്തിൽ ഒരേ ഊർജം ഉണ്ടായിരിക്കുക? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ്. 2ഉം 4ഉമാണ് ഉത്തരം വരുന്നത്. n = 3, l = 2, m = 1. n = 3, l = 2, m = 0. താഴെ പറയുന്നവയിൽ ഏത് ക്രമീകരണമാണ് അതിനു നേരെ പരാമർശിച്ചിരിക്കുന്ന സ്വഭാവത്തിന് അനുസൃതം അല്ലാത്തത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ലോഹ സ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു. 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഓപ്ഷൻ സി ആണ്. ജോൺ എം മാർട്ടിനസ് ആണ്. താഴെ പറയുന്നവയിൽ കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ്? കിളിപ്പാട്ട് വൃത്തം. ഓപ്ഷൻ ഡി ആണ്. കേക. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിന്റെ പേര് വിഗതകുമാരൻ. പാട്ടിലെ ഈണത്തിന്റെ താളക്രമം അറിയപ്പെടുന്നത് ഈശൽ. ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിന് മുമ്പ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണ്? സുനിൽ ഗവാസ്കർ. തഗ്ബുർണി എന്ന സമകാല നോവൽ രചിച്ചത് ബന്ധനം. ഇനി വരുന്ന 10 മാത്സ് ക്വസ്റ്റ്യൻസ് ഉത്തരം മാത്രം പറയുന്നു. 51ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 52 ഉത്തരം ഓപ്ഷൻ സി ആണ്.
53 ഓപ്ഷൻ ഡി. 54-ാമത്തെ ചോദ്യം 54 ഉത്തരം ഓപ്ഷൻ എ ആണ്. 55-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 56-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 57 ഓപ്ഷൻ ഡി. 58 ഓപ്ഷൻ ബി. 59-ാമത്തെ ചോദ്യം 59 ഓപ്ഷൻ സി ആണ്. 60-ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. ഇനി പ്രോജക്റ്റ് ടൈഗറുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രോജക്റ്റ് ടൈഗർ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. ഇനി ഇവിടെ 1-ാമത്തെ പ്രസ്താവന എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദേശീയ തലത്തിൽ കടുവകളുടെ സംരക്ഷണത്തിനായിട്ട് 1972 പ്രോജക്റ്റ് ടൈഗർ ആരംഭിക്കുന്നത് എന്നാണ്. പ്രോജക്റ്റ് ടൈഗർ 1973 ഇനി കേരളത്തിലെ 2 കടുവാ സംഘങ്ങളാണ് പെരിയാറും വയനാടും എന്ന് പറയുന്നു. പെരിയാറും പറമ്പിക്കുളവുമാണ്. പറമ്പിക്കുളം കേരളത്തിലെ 2 കടുവാ സങ്കേതങ്ങൾ. അടുത്ത ചോദ്യം, ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്? ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, വന്യജീവി സംരക്ഷണ നിയമം. എലഫന്റ് റിസർവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ തന്നിരിക്കുന്നു. കേരളത്തിൽ ആകെ 6 എലിഫന്റ് റിസർവുകളാണുള്ളത്. ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള എലിഫന്റ് റിസർവ് ആനമുടിയാണ്. നിലമ്പൂർ എലഫന്റ് റിസർവിന്റെ ഭൂപ്രദേശം മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട് എന്നീ റവന്യൂ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു. ഉത്തരം ഇവിടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ഇനി കേരളത്തിൽ ആകെ 4 എലഫന്റ് റിസർവുകളാണുള്ളത്. ഏറ്റവും വിസ്തീർണമുള്ള എലഫന്റ് റിസർവ് പെരിയാറാണ്. ഇവിടെ ആനമുടി എന്നാണ് തന്നിരിക്കുന്നത്. അതുപോലെ നിലമ്പൂർ എലഫന്റ് റിസർവിന്റെ ഭൂപ്രദേശത്തിൽ വയനാട് ഉൾപ്പെടുന്നില്ല വെബ്സൈറ്റ് പ്രകാരം. അപ്പോൾ ഇതിൽ ശരിക്കും നോക്കുവാണെങ്കിൽ ആൻസർ ഇവിടെ തന്നിട്ടില്ല. ഇതിൽ 3 പ്രസ്താവനകളും തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ PSCയുടെ ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കൺഫേം ചെയ്യാം. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല റിസർവ് ഏതാണ്? നീലഗിരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനാവരണമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഗോളതാപനത്തിന്റെ സൂചകങ്ങൾ ഏതാണ്? ആഗോളതാപനത്തിന്റെ സൂചകങ്ങൾ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 സമുദ്രനിരപ്പ് ഉയരുന്നു, ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ, ഐസ് ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇനി കരിമ്പുഴ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3 എന്നിവ ശരിയാണ്. ചോളം നായ്ക്കന്മാർ താമസിക്കുന്ന മാഞ്ചേരി കോളനി വന്യജീവി സങ്കേത പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ന്യൂ അമരമ്പലം സംരക്ഷിത വനത്തിന്റെ ഭാഗങ്ങൾ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ടു വരുന്നു. ഡോൺ ബൈ ട്രബിൾ എന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടിയാണ്? ട്രാഫിക്. IUCN വർഗീകരണം അനുസരിച്ച് സഹ്യപർവ്വത വനത്തിൽ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ട ജീവി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ്, മലബാർ വിരുക്ക്. കമ്മ്യൂണിറ്റി റിസർവ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. കടലുണ്ടി വള്ളിക്കുന്നാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് കമ്മ്യൂണിറ്റി റിസർവ് രൂപീകരിക്കുന്നത്. കടലുണ്ടി വള്ളിക്കുന്ന് റിസർവിന്റെ വിസ്തീർണം 1.5 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന ദിനാചരണങ്ങൾ ശരിയായ രീതിയിൽ ചേരുംപടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. എങ്ങനെയാണ് വരുന്നത്? ജനുവരി 5 ദേശീയ പക്ഷി ദിനം, ഏപ്രിൽ 22 ഭൗമദിനം, സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം, മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. താഴെ കൊടുത്തിരിക്കുന്ന നിയമങ്ങളും അവ നടപ്പിലാക്കിയ വർഷങ്ങളും ശരിയായി ചേരുംപടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. ഇന്ത്യൻ വന നിയമം 1927.
വന്യജീവി സംരക്ഷണ നിയമം 1972. കേരള വന നിയമം 1961. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കോന്നിയാണ്. കോന്നി. ഓപ്പറേഷൻ തണ്ടർ 2023 നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഓപ്ഷൻ സി ആണ് അന്താരാഷ്ട്ര തലത്തിലുള്ള വന്യജീവി കള്ളക്കടത്ത് കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുവാനാണ് അടുത്ത ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ് ആണ്. UNEPയുടെ പ്രഖ്യാപനം അനുസരിച്ച് 2024 ലോക പരിസ്ഥിതി സമ്മേളനത്തിന് ആതിഥ്യം വഹിച്ചത് സൗദി അറേബ്യയാണ്. 2021 മുതൽ 2030 വരെ UNEP പരിസ്ഥിതി പുനഃസ്ഥാപന ശതാബ്ദമായി ആചരിക്കുന്നു. 1972 UN ജനറൽ അസംബ്ലി സമ്മേളനമാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുവാനായിട്ട് തീരുമാനിച്ചത്. താഴെ പറയുന്നവയിൽ പ്രോജക്റ്റ് എലഫന്റ് രൂപീകരിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3. കാട്ടാനകളുടെയും അവയുടെ ആവാസ വ്യവസ്ഥയും ഇടനാഴികളും സംരക്ഷിക്കുക, മനുഷ്യ വന്യമൃഗ സംഘർഷം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, നാട്ടാനകളുടെ ക്ഷേമം ഉറപ്പാക്കുക. റെഡ് ഡേറ്റ ബുക്കിൽ കറുത്ത നിറത്തിലുള്ള കോഡ് നൽകിയിരിക്കുന്നത് ഏതുതരം ജീവികളെ സൂചിപ്പിക്കുവാനാണ്? വംശനാശം സംഭവിച്ചവർ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ ആണ്. ജീവനക്കാരുടെ സെൻസിറ്റീവായ വ്യക്തിഗത വിവരങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ആ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അശ്രദ്ധ കാണിച്ചു. അതുവഴി ജീവനക്കാർക്ക് നഷ്ടം സംഭവിച്ചു. ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ജീവനക്കാർക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടുവാൻ കഴിയുമോ? ഉത്തരം ഓപ്ഷൻ സി ആണ്, അതെ. സെക്ഷൻ 43 എന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം നഷ്ടപരിഹാരം നൽകാനായിട്ട് ബോഡി കോർപ്പറേറ്റ് ബാധ്യസ്ഥമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇനി പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. സെക്ഷൻ 66C ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ. സെക്ഷൻ 66E എന്താണ്? സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ശിക്ഷ. സെക്ഷൻ 66F എന്താണ്? സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ. അടുത്തത് either you or I dash to choose the post. Option B ആണ് ആ. The passive form of you need not submit the document. Option C. The document need not be submitted. They were not ashamed dash hug each other. 2. They were not ashamed to hug each other. Get ready for the descent is an example of imperative sentence. She will dash the position of a manager tomorrow. Take up. Choose the correctly spelled word. Option C ആണ് MANOEUVRE. If I knew her address, I dash a letter to her. Could write. Synonym of succumb. Option C ആണ് ഉത്തരം. Both 1 and 2. Yield, relent. I asked him, can you join the team today? Change the sentence into reported speech. Option D. I asked him if he could join the team on that day. The idiom stands for stop avoiding the main issue and speak directly. Beat around the bush. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം. ഓപ്ഷൻ ബി. ഉപക്രമം എന്ന പദത്തിന്റെ വിപരീതാർത്ഥമായി വരുന്ന പദം ഉപസംഹാരം. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുക. പൂ പ്ലസ് അമ്പ്. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം നങ്ങ്യാർ. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ ബി തൂലം. താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? മിടുക്കർ. സമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം ഏത്? ഓപ്ഷൻ സി ആണ് വഴി കാണിക്കുക. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം വഴി കാണിക്കുക.
കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം പിപാസു. 10, 15 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. 10ഓ 15ഓ. അവസാനത്തെ ചോദ്യം, ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ഉരുളയ്ക്കുപ്പേരി. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്